അപ്പം നമുക്ക് ബേബീസിന് അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു കുറുക്ക് ഉണ്ടാക്കാം. അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ചീരയാണ് എടുക്കുന്നത്. കുഞ്ഞിച്ചീരയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഒരു എന്താ പറയുക, ക്യാരറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോറാണ്. ചോറ് വേവിച്ചതായാലും കുഴപ്പമില്ല, വേവിച്ചതല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുക്കറിൽ ഇടുകയാണ്. അപ്പോൾ വേവിച്ചതല്ലെങ്കിൽ കുക്കറിൽ അതിനനുസരിച്ച് നിങ്ങൾ വിസിലടിക്കുക. ഞാൻ വേവിച്ചതാണ് എടുത്തത്, കാരണം എനിക്ക് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞി ചീര ഞാനൊന്ന് പൊട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പകുതിയാണ് നമുക്ക് തക്കാളിയുടെ, പകുതിയുടെ ഒരു ഭാഗം നമുക്ക് വേണ്ടു. അപ്പോൾ ആ ഭാഗം ഞാൻ അതേപോലെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. കുക്കറിലാണല്ലോ, നന്നായി ഉടയും ചെയ്യും. പിന്നെ ക്യാരറ്റ് അഗെയിൻ പകുതി ഭാഗമേ വേണ്ടു. അപ്പോൾ ജസ്റ്റ് അത് കട്ട് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കുമ്പോൾ അത് എന്ന് വെച്ചാൽ എല്ലാ പീസസും ഏകദേശം സെയിം ആയിട്ട് നോക്കുക. ഇല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഒന്നുകൂടി ഒന്ന് സെയിം ആക്കി കൊടുക്കുക. കാരണം നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉടഞ്ഞ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമ്മുടെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് നമ്മളാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അതിലേക്ക് ഇടുക. ആൻഡ് ഒരു കുറച്ച് വെള്ളം, അതൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം കുറച്ച് അതിലേക്ക് വെച്ചിട്ട് കുക്കർ അടച്ച് ഒരു 3-4 വിസിലടിക്കുക. നിങ്ങൾ ക്യാരറ്റ് വീവണ പാകം നോക്കിയിട്ട് വിസിലടിക്കുക കേട്ടോ, ബാക്കിയൊക്കെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സിയിലിട്ടിട്ട് അത് അടിച്ചെടുത്തു. ഇതാണ് വരുന്നത്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഒന്നുകൂടി നിങ്ങൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഒന്നിച്ച് ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ണികൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ബൈ.